ജൂലൈ 10, 2023 മഹാരാഷ്ട്രയിലെ ഉറാനിലെ ഹൈറോട്ടിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. രാവിലെ കുറച്ച് ആളുകൾ ഇതേപോലെ തന്നെ ആ ഒരു റോട്ടിലൂടെ നടക്കുമ്പോൾ അവർ അതിഭീകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സ്ത്രീ അവിടെ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. രക്തത്തിൽ കുളിച്ചായിരുന്നു അവർ കിടക്കുന്നുണ്ടായിരുന്നത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും അവിടെ ഓൾറെഡി ഒരു ജനസാഗരമായിട്ടുണ്ടായിരുന്നു. പോലീസുകാരെത്തിയ ആളുകളൊക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം അവിടെ കൂടിയിരുന്ന ആളുകളോട് ഈ ഒരു സ്ത്രീയെ അറിയുമോയെന്ന് ചോദിച്ചു. ഉറാൻ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ആണോ എന്നുള്ളത് ചോദിച്ചു. എന്നാൽ ആർക്കും തന്നെ ആ ഒരു സ്ത്രീയെ അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു ബോഡി നോക്കിയപ്പോൾ 2 തവണ മുഖത്ത് വെടിയേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ നെഞ്ചത്ത് കത്തി കൊണ്ട് കുത്തിയ പാടുമുണ്ട്. അതായത് വളരെ ക്രൂരമായിട്ടാണ് ആ ഒരു സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയിട്ടുള്ളത്. വെടിവെച്ചിട്ടുകൊണ്ട് പോരാത്തതിന് കുത്തിയിട്ടുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതൊരു എക്സ്റ്റെൻഡ് ക്രൂരതയായിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകില്ല. അങ്ങനെ പോലീസുകാരെ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അപ്പോൾ ആരാണ് ആ സ്ത്രീ? എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്? ആരാണിത് ചെയ്തത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഫോറൻസിക് ടീം അവിടെ അരിച്ചു പറക്കിയിട്ടും യാതൊരു തെളിവും ലഭിച്ചില്ല. പിന്നെ പോലീസുകാർ അവിടെ അടുത്ത് വല്ല പേഴ്സോ അതുപോലെ തന്നെ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഇതാരാണെന്ന് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമായിരുന്നു. അവസാനം അവർക്ക് അവിടെ നിന്ന് ആകപ്പാടെ കിട്ടിയതൊരു കണ്ണടയുടെ ബോക്സാണ്. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചു മേ ബി ഇത് ആ ഒരു സ്ത്രീയുടേതായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു കൊലയാളിയുടേതായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ട് എത്തുകയാണ്. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഇതുപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരികയാണ്. ആദ്യം വെടി വെച്ചതിന് ശേഷമാണ് കത്തി കൊണ്ട് കുത്തിയത് എന്നുള്ളൊരു തരത്തിലുള്ളൊരു റിപ്പോർട്ടായിരുന്നു അത്. പിന്നെ ഒരു സ്ത്രീയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് 50 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ ആരാണ്, എന്തിനാണ് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത്? ഇനിയിപ്പോൾ വല്ലോ റോബറി അറ്റംപ്റ്റോ മറ്റോ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു കണ്ണടയുടെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കണ്ണട കടയിൽ നിന്ന് നമ്മൾ കണ്ണട വാങ്ങുകയെന്നുണ്ടെങ്കിൽ അവരുടെ ബോക്സിലായിരിക്കും തരിക. ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോ ആ കടയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പോലീസുകാർ അതുപോലെ തന്നെ ആ ഒരു ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കടയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. നേരെ ആ ഒരു ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസ് എല്ലാവരും തന്നെ ഞെട്ടിപ്പോവുകയാണ്. അതുപോലെ തന്നെ അത് ആരാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാമായിരുന്നു. ആ കടയുടെ അടുത്ത് നിന്ന് കുറച്ചങ്ങ് മാറിയിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത്. ഭാരതി എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ആ കടയിലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ കണ്ണടയുടെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് വരാറുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ പോലീസിനോട് അവർ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ ഭാരതിയുടെ വീട്ടിലോട്ട് എത്തുകയാണ്. പോലീസുകാർ അവിടെ എത്തി നോക്കിയപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ആരെങ്കിലും കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തതാണോ എന്നുള്ളൊരു സംശയവും പോലീസിൻ്റെ ഉള്ളിലുണ്ടായി. പോലീസുകാരിങ്ങനെ നൈബേഴ്സിനൊക്കെ ചോദ്യം ചെയ്തപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭാരതിയുടെ മരുമകൻ വന്നിങ്ങേറ്റ് കൂട്ടിക്കൊണ്ട് പോയതാണെന്നുള്ളൊരു തരത്തിലുള്ളൊരു മറുപടി ആയിരുന്നു പോലീസിന് ലഭിച്ചത്. അതായത് പ്രീതി എന്നായിരുന്നു ഭാരതിയുടെ മകളുടെ പേര്. പ്രീതിയെ കണ്ടിട്ട് ഏകദേശം 1 വർഷമായി. അവിടെ അടുത്തുള്ളൊരു ടൗണിലായിരുന്നു മരുമകനായിട്ടുള്ള മയൂരേഷും അതുപോലെ തന്നെ പ്രീതിയും താമസിച്ചിരുന്നത്. അപ്പോൾ പ്രീതിയെ കാണാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മരുമകൻ 2 ദിവസം മുൻപ് വന്നതായിട്ട് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മയൂരേഷിന്റെ വീട് അലിബാദിലായിരുന്നു. അങ്ങനെ പോലീസുകാർ ആളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആ ഒരു വീടും പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ 3 പേരുടെ ഫോണും പോലീസുകാർ ട്രൈ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ മയൂരേഷിൻ്റെയും അതുപോലെ തന്നെ പ്രീതിയുടെയും അതുപോലെ തന്നെ ഈ ഭാരതിയുടെയും 3 ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ പോലീസുകാർ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ മാത്രം ഇടയ്ക്ക് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും അവരുടെ ശ്രദ്ധയിൽ വിടുകയാണ്. അത് മയൂരേഷിൻ്റെ ഫോൺ തന്നെയായിരുന്നു. പോലീസുകാർ അത് ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 സിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലുള്ള ഒരു ഹോട്ടലിൽ ആളൊരു മുറി എടുത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ മയൂരേഷിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര നിസ്സാരക്കാരനല്ല. ഒരുപാടധികം കേസുകൾ ആൾക്ക് എതിരെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം 8 വർഷത്തോളം ജയിലിലൊക്കെ കിടന്നിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ വൻ സന്നാഹത്തോട് കൂടിയിട്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ അങ്ങോട്ട് പോവുകയാണ്. പോലീസുകാർ അങ്ങനെ മയൂരേഷിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ അയാൾക്ക് അതൊന്നും വലിയൊരു പുത്തരിയായിരുന്നില്ല. ആൾ ഓൾറെഡി 8 വർഷം വരെ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനിവിടെ ഹോട്ടലിൽ ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു, നിങ്ങൾ അയൽക്കാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം, ഞാനും ആ ഒരു കൊലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ പോലീസുകാരവനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നു.
അവസാനം ഈ ഒരു മയൂരേഷ് സമ്മതിക്കുകയാണ് താൻ തന്നെയാണ് തൻ്റെ അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം. അതിനുള്ള കാരണമായിട്ട് ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിളിച്ചിട്ട് ശല്യമാണ്. മോൾ എന്തേ, മോള് എവിടെയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത്, എന്താണ് നിങ്ങൾ അങ്ങോട്ട് പോവാത്തത്, എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു മനസ്സമാധാനവും തരുന്നുണ്ടായിരുന്നില്ല എന്നും സഹി കെട്ടിട്ടാണ് താൻ ഇത്തരത്തിലുള്ളൊരു കടുങ്കൈ ചെയ്തത് എന്നുള്ളൊരു തരത്തിലായിരുന്നു മയൂരേഷ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിനത് കേട്ടപ്പോൾ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നുകയാണ്. കാരണം ഇയാൾ ഓൾറെഡി പോലീസും ജയിലും കാര്യങ്ങളൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയുള്ളൊരു മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലീസുകാർ ചാർജ് ഷീറ്റ് എഴുതും എന്നുള്ളൊരു കാര്യം ആൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഏതൊക്കെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യം പോലീസിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പന്തികേടുള്ളതായിട്ട് പോലീസിന് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാർ നല്ല രീതിയിൽ മയൂരേഷിനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു രഹസ്യം കൂടെ പുറത്തു വരികയാണ്. ഇയാൾ ഓൾറെഡി 1 വർഷം മുൻപ് ഇയാളുടെ ഭാര്യയായിട്ടുള്ള പ്രീതിയെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് പ്രീതിയുടെ അമ്മയെ, അതായത് ഇയാളുടെ അമ്മായിയമ്മയായിട്ടുള്ള ഭാരതിയെ കൊലപ്പെടുത്തുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊലപാതകം ചെയ്തു എന്ന് കരുതിയിട്ട് പോലീസുകാർ പിടിച്ച അയാൾ യഥാർത്ഥത്തിൽ 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രീതിയുടെയും മയൂരേഷിൻ്റെയും കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ മയൂരേഷിന് ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്നുള്ള കാര്യം പ്രീതിക്ക് അറിയായിരുന്നു. അതായത് ഇയാൾക്ക് ഒരുപാടധികം ഗുണ്ടാ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടധികം കേസുകളുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രണയിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സമയത്ത് ഇയാളെ തിരുത്തി നല്ലൊരു നേരായിട്ടുള്ളൊരു രീതിയിൽ നടത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു പ്രീതി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ ആ ഒരു പ്രണയം വിവാഹത്തിലോട്ട് എത്തുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും എത്രയൊക്കെ ശ്രമിച്ചിട്ടും മയൂരേഷ് നന്നായില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ ആയിട്ടായിരുന്നു ഇയാളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ 2014 ഒരു കേസിൽ ഇയാൾ അകത്തു പോവുകയാണ്. അതിനുശേഷം 8 വർഷം കഴിഞ്ഞ് 2022 അയാൾ പുറത്തു വരുന്നത്. പുറത്തെത്തി ഈ ഭാര്യയുടെ അടുത്ത് സുഖമാണോ, ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് പകരം ആൾ ചോദിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 10 ലക്ഷം രൂപ എവിടെ എന്നുള്ളതായിരുന്നു. അതായത് ഇയാൾ ജയിലിൽ പോകുന്നതിന് മുൻപ് പല സമയത്തായിട്ടൊരു 10 ലക്ഷം രൂപ ആളുടെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസ എന്തെന്നുള്ളൊരു കാര്യമായിരുന്നു ആൾ ചോദിച്ചത്. കാരണം ആ ഒരു പൈസ പ്രതീക്ഷിച്ചിട്ടായിരിക്കണം ആൾ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്രീതി പറഞ്ഞു, ആ ഒരു പൈസ എൻ്റെ കയ്യിലില്ല, ഈ ഒരു 8 വർഷത്തോളം ഞാനിവിടെ ജീവിച്ചത് ആ ഒരു പൈസയും വെച്ചിട്ടാണെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അതായത് നീ ജയിലിലോട്ട് നിൻ്റെ ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പോയി, അതിനുശേഷം ഞാൻ ജോലി അന്വേഷിച്ച് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്നെ വേറൊരു രീതിയിലാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു തരത്തിൽ ആ ഒരു സ്ത്രീ പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ ശരീരം മതി, എന്തായാലും നിൻ്റെ ഭർത്താവ് ജയിലിലല്ലേ, എൻ്റെ കൂടെ കിടക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാമെന്നുള്ള രീതിയിലാണ് എല്ലാ ആളുകളും പെരുമാറിയിരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മാനം പണയം വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പൈസ ഞാൻ വളരെ പതിയെ സാവകാശം പിശുക്കി എടുത്ത് ചിലവാക്കിയിട്ടാണ് ഈ ഒരു 8 വർഷവും ജീവിച്ചത് എന്നുള്ളൊരു കാര്യം ഈ ഒരു പ്രീതി ഇയാളുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ പൈസ മുഴുവൻ നീ എടുത്ത് തൊലച്ച് കളഞ്ഞു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ വല്ലാത്ത രീതിയിലുള്ളൊരു ബഹളം നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. നല്ല രീതിയിൽ പ്രീതിയെ അയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. അവസാനം മയൂരേഷിൻ്റെ അടി കൊണ്ട് പ്രീതി മരിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ഭർത്താവ് ഒരു ക്രിമിനലായിട്ട് ജയിലിൽ പോയിട്ടും 8 വർഷം യാതൊരു തെറ്റിലോട്ടും പോകാതെ അത്രയും ലോയലായിട്ട് ജീവിച്ചിട്ട് ആ ഒരു സ്ത്രീ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ആ ഒരു 10 ലക്ഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഭർത്താവ് അങ്ങനെ ചെയ്യും എന്നുള്ളൊരു കാര്യം. പിന്നെ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ആൾ ചെയ്തിട്ടുള്ളതാണ്. കൊലക്കേസിലും മറ്റൊക്കെ പ്രതിയായിരുന്നു. അങ്ങനെ ഈ ആൾക്ക് അറിയാവുന്ന ഒരു സ്പോട്ടിൽ ഇതേപോലെ തന്നെ ആ ഒരു ബോഡി കൊണ്ടുപോയിട്ട് ആൾ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ആൾ കൂളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകപ്പാടൊരു പ്രശ്നം ആൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഭാരതി വിളിക്കും, മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നിങ്ങളെപ്പോഴാണ് ഇങ്ങോട്ട് വരിക, ഞാൻ മോളെ കണ്ടിട്ട് കുറേ നാളായി, മോളെവിടെ, എങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇയാൾ മോൾ ഇവിടെയാണ്, അവിടെയാണ്, ഒരു ജോലിക്ക് പോയി, പുറത്തോട്ട് പോയി, വേറെ നാട്ടിലേക്ക് പോയി, ജോലിക്കായിട്ട് പുറം നാട്ടിലോട്ട് പോയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഇയാൾ പിടിച്ചു നിന്നു. ഭാരതിയാണെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് പോലീസിൻ്റെ അടുത്ത് പോയിട്ടുമില്ല, 1 വർഷമായിട്ടും മകളായിട്ട് സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ദിവസം ഇയാൾ വെള്ളം അടിച്ച് ആകെപ്പാടെ ഓഫായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭാരതിയുടെ കോൾ ഇതുപോലെ തന്നെ വരികയാണ്.
അപ്പോൾ ഇതുകൂടെ ആയപ്പോൾ ആൾക്ക് ടെൻഷൻ താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തോട്ടായി. ഇനിയും ഈ ഒരു ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നും എങ്ങനെയെങ്കിലും ഈ ഒരു ടെൻഷൻ അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ആൾ നേരെ ആ ഒരു ടെൻഷൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ ദിവസമായിരുന്നു ജൂലൈ 10. നേരെ തന്നെ ഭാരതിയുടെ വീട്ടിലെത്തി. അതിനുശേഷം പുറംനാട്ടിൽ പോയിട്ടുള്ള മകൾ തിരിച്ചു വന്നിട്ടുണ്ട്. മകളെ കാണാനായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാരതിയെയും കൂട്ടി കഴിഞ്ഞിട്ട് കാറിൽ ആളങ്ങനെ പോവുകയാണ്. ആളുടെ കാറിൽ വേറെയും ആളുടെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉറാൻ്റെ ആ ഒരു ഭാഗത്ത് ആൾക്കാരൊന്നും ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ആൾ കാറ് നിർത്തിയിട്ട് ഏകദേശം 50 വയസ്സിനേറെ പ്രായമുള്ള ആ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ്, തല്ലുകയാണ് ഉണ്ടായത്. തൻ്റെ സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ആൾ ഉപദ്രവിച്ചു. അതിനുശേഷം കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അതിനുശേഷം അയാൾ തൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ചുകൊണ്ട് 2 തവണ വെടിവെക്കുകയാണ്. പിന്നെ ജീവന് വേണ്ടിയിട്ട് പിടയുന്ന ആ ഒരു സ്ത്രീ, എന്താണ് ഈ ഒരു സ്ത്രീ മരിക്കാത്തത് എന്നുള്ള ഒരു ചിന്ത വെച്ച് കഴിഞ്ഞിട്ട് ആൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചിൽ കുത്തി ഇറക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് വെടിവെച്ചിട്ട് മരണപ്രാളത്തിൽ പിടയുന്ന ആ ഒരു സമയത്ത് മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തിയെടുത്ത് കുത്തുന്ന അത്രയും ക്രൂരതയായിരുന്നു അയാൾ ആ ഒരു സ്ത്രീയോട് കാണിച്ചത്. ആ സ്ത്രീയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. 1 വർഷമായിട്ട് തൻ്റെ സ്വന്തം മകളെ കണ്ടിട്ടില്ല. അതിനുശേഷം മരുമകൻ വന്ന് വിളിക്കുകയാണ് മകളെ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കും അവർ ആ ഒരു വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടാവുക. അവസാനം എവിടെ എത്തി കാര്യങ്ങൾ അല്ലേ? അതിനുശേഷം പോലീസുകാർ ഇയാൾ പ്രീതിയുടെ ബോഡി എവിടെയാണ് ഡിസ്പോസ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ട് പോവുകയും ആ ഒരു ബോഡി കുഴിച്ചെടുക്കുകയും അതിനുശേഷം ആ റിമൈൻസും മറ്റുമൊക്കെ DNA ടെസ്റ്റിന് അയക്കുകയും അതിനുശേഷം അത് പ്രീതിയുടേതാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ജൂലൈ 2023 ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളിപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാൾക്ക് തൂക്കുകയറ് തന്നെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇയാൾക്ക് ഒരുപാട് ക്രൈംസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വളരെ ക്രൂരമായിട്ടുള്ള 2 കൊലപാതകങ്ങളാണ്. തൻ്റെ സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ അമ്മായിയമ്മയെയും ഇയാൾ കൊലപ്പെടുത്തിയത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇയാൾക്ക് തൂക്കുകയറ് കിട്ടാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.